കഴിഞ്ഞ ദിവസം സർക്കാർ 15 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് സോഷ്യൽ മീഡിയ നിരോധനം ഏർപ്പെടുത്തിയിരുന്നു. ഇത് യിലെ ആദ്യ കാര്യമല്ല. മറിച്ച് ഇന്തോനേഷ്യയും അതുപോലെ തന്നെ ഓസ്ട്രേലിയയും ഇതേ രീതിയിലൊരു നിയമം നടപ്പിലാക്കിയിട്ടുണ്ട്. ഇനി കാനഡ, അതുപോലെ മലേഷ്യ, ഡെൻമാർക്ക് പോലുള്ള രാജ്യങ്ങൾ ഇനി നടപ്പിലാക്കാൻ പോവുകയുണ്ട്. അതിന് കൂടെ തന്നെ ഇന്ത്യയിലും ഗോവയിലും ഇത്തരത്തിലൊരു നിയമം കൊണ്ടുവരണം എന്ന ചർച്ചകളും സജീവമാണ്. ഈ ഒരു സാഹചര്യത്തിൽ സോഷ്യൽ മീഡിയയുടെ ആവശ്യമുണ്ടോ കുട്ടികൾക്ക്, അല്ലാതെ അവർക്ക് ഫോൺ കൊടുക്കേണ്ട ആവശ്യമുണ്ടോ എന്ന രീതിയിൽ ചില ചർച്ചകളും നടക്കുന്നുണ്ട്. കേരളത്തിലും ഇത്തരത്തിലൊരു നിയമം കൊണ്ടുവരണോ, ഇതിൻ്റെ ആവശ്യമുണ്ടോ എന്ന രീതിയിൽ ഇവിടെയും ചില ചർച്ചകൾ നടക്കുന്നുണ്ട്. ശരിക്കും കൃപയുടെ അഭിപ്രായം എന്താണ്? കൊണ്ടുവരണോ അതോ വേണ്ടയോ എന്താണ്? എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം, ഒരു 17 വയസ്സ് അല്ലെങ്കിൽ 15 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് സോഷ്യൽ മീഡിയ ഉപയോഗിക്കാൻ അനുവാദം കൊടുക്കരുത്. അത് സർക്കാർ തന്നെ ബാൻ ചെയ്യണം എന്നുള്ളത് തന്നെയാണ്. അതായത് കൊച്ചുകുട്ടികൾക്ക് എന്താണ് നല്ലത്, എന്താണ് മോശം, എന്താണ് കെണി, അല്ലെങ്കിൽ എന്താണ് ഒളിച്ചിരിക്കുന്നതെന്നും അവർക്കറിയാൻ പറ്റില്ല. അപ്പം അവരുടെ മുന്നിൽ വരുന്ന സാധനമെല്ലാം അവർക്കൊരു കൗതുകമായിരിക്കും. അപ്പോൾ അവർ ആ കൗതുകത്തോടെ ആയിരിക്കും ഓരോന്നിലും പോയി പെടുന്നത്. അതായത് ഹൃദയം ഇപ്പം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കഴിഞ്ഞ കുറച്ച് വർഷങ്ങൾക്ക് മുൻപേ, ഇപ്പോഴും നടക്കുന്നുണ്ടോ എന്നറിയില്ല, കാരണം അത്തരം കേസുകൾ ഇപ്പം നമ്മൾ കാണുന്നില്ല. പക്ഷെ കുറച്ച് നാൾക്ക് മുന്നേ ഇത്തരം കേസുകൾ ഉണ്ടായിരുന്നു. അതായത് ഗെയിം കളിച്ച് ക്യാഷ് പോകുന്നു, ഗെയിം കളിച്ച് ബ്ലൂ വെയിൽ എന്നൊക്കെയുള്ള ഗെയിമൊക്കെ ഒരുപാട് സ്കാംസ് ഒക്കെ ആയതായിരുന്നു. അതെ, കുട്ടികൾ ക്യാഷ് കളയുന്നു, അങ്ങനെയൊക്കെ. ഇവിടെ എനിക്ക് വ്യക്തിപരമായ ഒരു അഭിപ്രായമുണ്ട്. അതായത് എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ ബ്രദർ ഒരു ദിവസം സൂയിസൈഡ് ചെയ്തു. എന്താണ് റീസൺ എന്നൊന്നും ആർക്കും അറിയത്തില്ല. നമ്മളിങ്ങനെ കുറേ തപ്പി, ഇവന് പരീക്ഷയുടെ മാർക്ക് കുറഞ്ഞതാണോ മറ്റെന്തെങ്കിലും കാരണമാണോ എന്നൊക്കെ തപ്പിയിട്ട് ഒന്നുമില്ല. വീട്ടിൽ വഴക്ക് പറഞ്ഞിട്ടില്ല, ഒരു പ്രശ്നമില്ല. അങ്ങനെ അത് കേസായി പോലീസിനൊക്കെ കൊടുത്തു കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് ഇവൻ്റെ അമ്മയുടെ ഫോണിൽ നിന്ന് ഏതാണ്ട് 2 ലക്ഷത്തിന് മുകളിൽ രൂപ നഷ്ടമായിട്ടുണ്ട്. അപ്പം ഇവനൊരു ഗെയിം കളിച്ചതാണ്. അങ്ങനെ ആ ഗെയിം കളിച്ചിട്ടാണ് ഇവൻ ഈ ക്യാഷ് കൊണ്ട് കളഞ്ഞത്. അപ്പോൾ അത് വീട്ടിലറിയുമോ എന്നുള്ള പേടിച്ചിട്ടായിരിക്കാം ഈ കുട്ടി ആത്മഹത്യ ചെയ്തത്. അപ്പം അത്തരത്തിലുള്ള കേസുകളൊക്കെ കൂടുതലായി നടക്കുന്നുണ്ട്. അതായത് അന്ന് അവൻ 8ൽ പഠിക്കുന്ന സമയത്തായിരുന്നു ഈ സംഭവം ഉണ്ടായത്. അപ്പം ഇന്നും അത്തരത്തിൽ കുട്ടികളുടെ ഇടയിൽ നടക്കുന്നുണ്ട്. അതായത് കുട്ടികളെ ചൂഷണം ചെയ്യാനുള്ള ഒരു സെറ്റ് ആളുകൾ ഇപ്പോഴും ഉണ്ട്. പിന്നെ ഫോൺ പൂർണ്ണമായിട്ട് നമുക്ക് മാറ്റി വെക്കാൻ പറ്റില്ല. കാരണം കോവിഡിന് ശേഷം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ക്ലാസ്സുകളാണെങ്കിലും എല്ലാം ഓൺലൈനായിട്ട് മാറിയിട്ടുണ്ട്. അതായത് ഇപ്പോൾ ഹൃദയ്ക്ക് അറിയാം, നമ്മളൊക്കെ പഠിച്ച കാലത്ത് ലേബർ ഇന്ത്യ എന്ന് പറഞ്ഞിട്ടൊരു സാധനം ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ ഗൈഡുകളുണ്ട്. അപ്പോൾ നമുക്കൊരു പ്രൊജക്റ്റ് വന്നു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ചെയ്യുന്നത് ഈ ലേബർ ഇന്ത്യയിലുണ്ടോ എന്ന് നോക്കും, അല്ലെങ്കിൽ നമ്മൾ മറ്റേതെങ്കിലും ഗൈഡിലുണ്ടോ എന്ന് നോക്കും, അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും പുസ്തകങ്ങൾ കിട്ടുമോ എന്നൊക്കെ നോക്കിയിട്ടായിരിക്കും നമ്മളിത് എഴുതുന്നത്. നമ്മളിനി കോളേജിലേക്ക് വന്നൊരു സമയമാണെങ്കിൽ നമുക്ക് ഇത്തരം പ്രോജക്റ്റുകൾ തന്നു കഴിഞ്ഞാൽ നമ്മൾ ഗൂഗിളിൽ നോക്കും. പക്ഷേ ഇന്നത്തെ കാലത്ത് ChatGPTയും ജെമിനിയും അല്ലെങ്കിൽ അതുപോലുള്ള മറ്റ് AI ടൂളുകൾ വന്നിട്ടുണ്ട്. അപ്പം ഒരു ചെറിയൊരു പ്രൊജക്റ്റ് വന്നു കഴിഞ്ഞാൽ ഇത് എങ്ങനെയാണ് എന്നുള്ളത് മലയാളത്തിലോ ഇംഗ്ലീഷിലോ ഏത് രീതിയിലും കൊടുത്താലും ഈ ChatGPT അല്ലെങ്കിൽ ജെമിനി പോലുള്ളത് കൃത്യമായിട്ട് അത് ആ ഫോർമാറ്റിലാക്കി നമുക്ക് തരും. അപ്പോൾ കുട്ടികൾക്ക് കുറച്ചുകൂടെ എളുപ്പമായി മാറിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഫോൺ പൂർണ്ണമായിട്ടും അവരിൽ നിന്ന് മാറ്റി നിർത്താൻ പറ്റില്ല. ഇപ്പം കൃപ പറഞ്ഞതുപോലെ തന്നെ നമുക്ക് പൂർണ്ണമായിട്ടും ഇങ്ങനെ ഒരു ബാൻ ചെയ്യാൻ പറ്റത്തില്ല. കാരണം ഇതിലൂടെ കുട്ടികൾക്ക് ക്രിയേറ്റിവിറ്റി വളർത്തുന്നുണ്ട്. അതുപോലെ പണ്ടൊക്കെ നമ്മൾ എന്താ വെച്ചാൽ നമുക്കൊരു ബുക്ക് കാണിച്ചിട്ട് ഇത് ഇന്നതാണ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ മനസ്സിലാവും. പക്ഷേ ഒരു സെൻറ്റൻസ് ആണെങ്കിലും അല്ലെങ്കിൽ ഒരു കഥയാണെങ്കിലും നമുക്ക് അത് പെട്ടെന്ന് മനസ്സിലാക്കാൻ കുറച്ച് ടൈം എടുക്കണം എന്ന് വരാം. അതേസമയം ഇതൊരു കാർട്ടൂണായിട്ടോ അല്ലെങ്കിൽ ഒരു വീഡിയോ സ്ലൈഡൊക്കെ ആയിട്ടാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഇത്തരത്തിലുള്ള സോഷ്യൽ മീഡിയ ബാൻ എന്നൊരു ചർച്ച വന്നപ്പോൾ തന്നെ ഈ ആൾക്കാർ പറഞ്ഞു വെച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരിക്കലും നല്ലതിനുമാണ്, അതുപോലെ തന്നെ മോശമാണ്. അതായത് നമ്മളിപ്പം ഫോൺ ബാൻ ചെയ്യുകയാണെങ്കിൽ തന്നെ ഇത്തരത്തിലുള്ള പല കാര്യങ്ങൾക്കും കുട്ടികൾക്ക് ഫോൺ കയ്യിൽ കിട്ടാത്തൊരവസ്ഥ വരും. പിന്നെയും അവർ പുസ്തകത്തിൽ തന്നെ പോകുമ്പം എത്രത്തോളം അവർ ഓക്കെ ആയിരിക്കണം എന്നൊരു സാധനം അവിടെ ചോദിക്കുന്നുണ്ട്. ഇപ്പം ഹൃദയ പറഞ്ഞല്ലോ, നമുക്ക് ബുക്ക് വായനയൊക്കെ മാറ്റി നിർത്തി കാർട്ടൂണായിട്ടൊക്കെ വന്നു കഴിഞ്ഞാൽ കുറച്ചും കൂടെ ഇതാകുമെന്ന്. നമുക്ക് ബുക്ക് വായിക്കുന്ന കാര്യം നോക്കാം. ഇപ്പം നമ്മൾ ബുക്ക് വായിക്കുമ്പോൾ നമുക്ക് ആ സെൻറ്റൻസ് മനസ്സിലാകും, അതെങ്ങനെയാണ് വായിക്കേണ്ടതെന്നുള്ള രീതി മനസ്സിലാകും. അപ്പോൾ നമുക്കത് എന്താണ് ആ കഥ എന്നുള്ളത് നമ്മുടെ ഇമാജിനേഷനിൽ നമുക്ക് വിഷ്വൽ ചെയ്യാൻ പറ്റും. ഇത് നമുക്കൊന്നും ചെയ്യേണ്ട കാര്യമില്ല. കാർട്ടൂൺ ആക്കി തന്നു കഴിഞ്ഞാൽ നമ്മളത് കാണുന്നുണ്ടല്ലോ, നമ്മൾ കേൾക്കുന്നുണ്ട്, നമുക്കത് വേറെ ഓപ്ഷനൊന്നുമില്ല. മനസ്സിലായോ? കുറച്ചും കൂടി എളുപ്പമായി. അതുപോലെ ഇപ്പോഴത്തെ പഠനങ്ങൾ പറയുന്നത് എന്താണെന്നറിയാമോ? നമ്മളിൽ പ്രായമായിട്ടുള്ളവർക്കാണെങ്കിൽ പോലും നമുക്ക് 1 മിനിറ്റുള്ള റീലുകളൊക്കെ കാണാനാണ് ഇഷ്ടം. 3 മിനിറ്റ് വലിച്ചു നീട്ടി പറയുന്ന അല്ലെങ്കിൽ 3 മിനിറ്റുള്ള ഒരു ഇൻഫർമേറ്റീവ് കണ്ടന്റ് നമുക്ക് കാണാൻ താല്പര്യമില്ല. നമുക്കതിലെ മെയിൻ പോയിന്റ്സ് മാത്രം ഉള്ള ഒരു ചെറിയ ഷോർട്ട് റീലൊക്കെയാണ് നമുക്കിഷ്ടം. അപ്പോൾ നമുക്ക്
കാര്യമായി ചിന്തിക്കാനുള്ള ഒരു സമയം അല്ലെങ്കിൽ ഒരു ക്ഷമ നമുക്കില്ല എന്ന് വേണമെങ്കിൽ പറയാം. നമുക്കെല്ലാം പെട്ടെന്ന് കിട്ടണം. അപ്പോൾ അതിലേക്ക് നമ്മുടെ സോഷ്യൽ മീഡിയ നമ്മളെ മാറ്റിയിട്ടുണ്ട്. ഇതിപ്പം യു എയിലെ കുട്ടികൾക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരിക്കലും ഉപയോഗിക്കാൻ പാടില്ല. ഇനിയിപ്പോൾ ഫേക്ക് അക്കൗണ്ടുകൾ ഉപയോഗിച്ചാലും ഇനിയിപ്പോൾ മാതാപിതാക്കളുടെ ഫോണുകൾ ഉപയോഗിച്ചാൽ പോലും അത് നിയമപരമായി കുറ്റകരമായ ഒരു രീതിയിലേക്ക് മാറുന്നത്. ഇനിയിപ്പോൾ കേരളത്തിൽ അത്തരത്തിലൊരു നിയമം വന്നു കഴിഞ്ഞാൽ അത് എത്രത്തോളം പോസിബിൾ ആണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം ഇപ്പം ആക്ച്വലി ഒരു 15 വയസ്സുള്ള 10 വയസ്സുള്ള കുട്ടികൾ പോലും ഇപ്പോൾ റീലും ഷൂട്ട് ചെയ്യും അങ്ങനെയൊക്കെ നമ്മൾ കാണാറുണ്ടല്ലോ. അപ്പോൾ അവർക്കും ഇൻസ്റ്റഗ്രാം അക്കൗണ്ട്, ഇപ്പോൾ പാരൻസ് തന്നെ കുട്ടികളുടെ പേരിൽ ഒരു ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് തുടങ്ങുന്നുണ്ട്. അപ്പോൾ ഒരു പരിധി കഴിഞ്ഞാൽ ഒരു 15 വയസ്സിന് ശേഷം മാത്രമേ അത്തരത്തിലൊരു അക്കൗണ്ട് പൂർണ്ണമായും ഇവർക്ക് ഹാൻഡിൽ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ കൊടുക്കാവും. ഇപ്പോൾ ചില പാരൻസ് തന്നെ ഇങ്ങനെയൊക്കെ തുടങ്ങിയിട്ട് ഒരു 10-12 വയസ്സാകുമ്പോൾ അവർക്ക് കുറച്ചുകൂടി വലുതായി എന്ന രീതിയിൽ അവർ നിൽക്കുമ്പോൾ ഇനിയിപ്പോൾ നീ ഇത് യൂസ് ചെയ്തു എന്ന രീതിയിലേക്ക് ഇപ്പോൾ ചിലപ്പോൾ പോയേക്കാം. പക്ഷെ അത്തരത്തിലുള്ള സാഹചര്യങ്ങൾ വരുമ്പോഴാണ് ഇവിടെ എന്താ പറയുക സ്കാമും അതുപോലെ തന്നെ ഒരുപാട് ഇഷ്യൂസും വരുന്നത്. ഇനിയിപ്പം ഇത്തരത്തിലൊരു നിയമം കൊണ്ടുവന്നാൽ തന്നെ നമ്മൾ പാരൻസ് എന്ത് ചെയ്യും, ഫോൺ പൂർണ്ണമായിട്ടും വാങ്ങി വെച്ച് ഇനി അത് എടുക്കാൻ പാടില്ല, ഇന്നതാണ് നിയമം എന്നുള്ള രീതിയിൽ കുട്ടികളെ പറഞ്ഞ് മനസ്സിലാക്കാൻ നമുക്ക് ഒരുപാട് പാടുപെടേണ്ടി വരും. കാരണം ഇപ്പോഴത്തെ കുട്ടികൾ നമുക്ക് പണ്ടൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചുകൂടി കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാവും, കാര്യങ്ങൾ ചെയ്യും. പക്ഷേ ഇപ്പോഴത്തെ കുട്ടികൾ കുറച്ചുകൂടി വാശി കാണിക്കുന്ന കൂട്ടത്തിലാണ്. കാരണം ഇപ്പോൾ കഴിഞ്ഞ 2-3 മാസങ്ങൾക്ക് മുന്നേ ഒരു കേസ് ഇവിടെ കേരളത്തിൽ തന്നെ നടന്നിരുന്നു. അതായത് ഈ കുട്ടി ഓവറായിട്ട് ഫോൺ യൂസ് ചെയ്യുന്നത് കണ്ടിട്ട് പാരൻസ് ആ ഫോൺ മാറ്റി വെച്ചു. എന്നിട്ട് ഈ കുട്ടി എന്ത് ചെയ്തു, വീട്ടിൽ നിന്ന് വാശി പിടിച്ച് ഫുഡൊന്നും കഴിക്കാതിരുന്നു, കരഞ്ഞ് ഭയങ്കര ബഹളമായി. എന്നിട്ട് അതിന് ശേഷം ഏതോ ഒരു ബിൽഡിങ്ങിൽ പോയിട്ട് അവിടെ നിന്ന് ചാടാനുള്ള ഒരു സംഭവത്തിലേക്ക് എത്തി. അപ്പോൾ ഇത്തരത്തിലുള്ള കേസുകളൊക്കെ കാണുമ്പം അത് പാരൻസിൻ്റെ ആശങ്ക ഇവിടെ ഉയർത്തുകയാണ് ചെയ്യുന്നത്. ഒരു പരിധി വരെ നല്ലതാണെങ്കിലും മറ്റൊരു സൈഡ് വെച്ച് നോക്കുമ്പം ഇത്തരത്തിൽ ഓരോ പ്രശ്നങ്ങൾ ഇവിടെ നിലനിൽക്കുന്നുണ്ടല്ലോ. ഹൃദയ, അതിപ്പം ഇനിയിപ്പോൾ ഒരു ഇതിൽ നമുക്ക് പൂർണ്ണമായിട്ടും ഫോൺ ഉപയോഗിക്കരുത്, സോഷ്യൽ മീഡിയ ഉപയോഗിക്കരുതെന്ന് പറയാൻ പറ്റില്ല. കാരണം നമ്മളിപ്പോൾ എല്ലാവരും നമ്മുടെ കുട്ടികളാണെങ്കിൽ പോലും ഇതുമായിട്ട് യൂസ്ഡായി. അപ്പോൾ നമുക്ക് എത്രമാത്രം ഇവരുടെ കയ്യിൽ നിന്ന് ഈ ഫോൺ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ ഒക്കെ പിടിച്ച് മാറ്റി വെക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അത് പ്രായോഗികമാകുമെന്ന് തോന്നുന്നില്ല. പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം, ഈ 15 വയസ്സിന് താഴെയുള്ള കുട്ടികൾ അല്ലെങ്കിൽ 17 വയസ്സിന് താഴെയുള്ള കുട്ടികളാണ് ഫോൺ ഉപയോഗിക്കുന്നതെങ്കിൽ അവരുടെ പേരൻസിന് അവരുടെ ഫോൺ ചെക്ക് ചെയ്യാം. എന്താണ് അവർ ചെയ്യുന്നത്, എന്താണ് അവർ നോക്കുന്നത് എന്നുള്ള കാര്യങ്ങളിൽ അവർ കുറച്ചും കൂടെ ശ്രദ്ധ കൊണ്ടുവരാം. അപ്പം ഇത്തരം കെണികളിൽ പോയി കുട്ടികൾ വീഴാതിരിക്കും. പിന്നെ എനിക്ക് തോന്നുന്നു ഇന്നത്തെ പേരൻസ് കൂടുതലും ചെയ്യുന്നത് ചെറുപ്പത്തിലേ തന്നെ കുട്ടികൾക്ക് ഫോൺ കൊടുക്കുന്ന ഒരു പരിപാടിയുണ്ട്. സോഷ്യൽ മീഡിയ അല്ല, ഒരു 2-3 വയസ്സുള്ള കുട്ടികൾക്ക് ഫുഡ് കഴിക്കാൻ വേണ്ടി തന്നെ കാർട്ടൂണൊക്കെ ആണെങ്കിലും അത് കാണിച്ച് ഫോൺ കൊടുത്ത് അവിടെ ഇങ്ങനെ ഇരുത്തുന്ന ഒരു ശീലം നമ്മൾ കണ്ടുവരുന്നുണ്ട്. അപ്പം പല ഡോക്ടർമാർ തന്നെ പറയുന്നത് ഇത് ഭയങ്കര മോശം ശീലമാണ്. കാരണം കുട്ടിയുടെ കണ്ണ് ചീത്തയാകും, അവർക്കൊന്നും ചെയ്യാനില്ല, ഈ ഫോൺ മാത്രം നോക്കിയിരിക്കത്തേ ഉള്ളൂ. പകരം കുട്ടികൾ ഭക്ഷണം കഴിക്കുന്നില്ലെങ്കിൽ അവരെ കൊണ്ട് നടത്തി ഭക്ഷണം കൊടുക്കുക. ഇനി അവർക്ക് ഇഷ്ടപ്പെടുന്നില്ലെങ്കിൽ അവർക്ക് അന്നേരം കൊടുക്കണ്ട. പിന്നെ അവർ വിശപ്പ് എന്താണെന്ന് അറിഞ്ഞിട്ട് പിന്നെ അവർ കരയുമ്പോൾ അവർക്ക് അന്നേരം കൊടുക്കുക. അപ്പോൾ ആ കുട്ടിക്ക് വിശപ്പ് എന്താണെന്നും അറിയാൻ പറ്റും, ഈ ഫുഡിൻ്റെ ടേസ്റ്റും അറിയാൻ പറ്റും. പക്ഷെ ഇതൊക്കെ എത്രത്തോളം പോസിബിൾ ആവുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം ഇപ്പം നമ്മുടെ കാലത്തൊക്കെ ആണെങ്കിൽ ആ സമയത്ത് ഇത്രയും ഫോണുകൾ അങ്ങനെ ഉണ്ടായിരുന്നില്ലല്ലോ. ഇപ്പം ലാൻഡ് ലൈൻ അത് കഴിഞ്ഞിട്ട് നമുക്ക് ഫോണുകൾ വരുന്നത് നോക്കിയേണ്ട ചെറിയൊരു സെറ്റാണല്ലോ. പക്ഷെ ഇന്നത്തെ കാലത്ത് അങ്ങനെയല്ല. ഇപ്പോൾ പാരൻസ് തന്നെ ഇപ്പോൾ ഫോൺ യൂസ് ചെയ്യുകയാണെങ്കിൽ ഇപ്പോൾ ജസ്റ്റ് ഒരു പാട്ടൊക്കെ കേട്ടുമ്പോൾ കുട്ടികളിങ്ങനെ തലയാട്ടുക, അതുപോലെ അതിന് മ്യൂസിക്കിൽ ഡാൻസ് കളിക്കുക, അങ്ങനത്തെ ഇല്ല കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ആ ഒരു രീതിയിലേക്ക് കുട്ടികൾക്ക് ഇത്തരം കഴിവുകളുണ്ട് എന്ന് പാരൻസിന് മനസ്സിലാക്കണമെങ്കിൽ തന്നെ ഇത്തരത്തിലൊരു കാര്യങ്ങൾ വേണം. അപ്പോൾ കുട്ടികളുടെ മുന്നിൽ നമ്മൾ എന്താണോ ചെയ്യുന്നത് അതായിരിക്കുമല്ലോ നമ്മുടെ കുട്ടിയും കണ്ടു പഠിക്കുന്നത്. ഇനിയിപ്പോൾ നമ്മൾ ഫോൺ യൂസ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ കുട്ടിക്കും ആ ഒരു രീതിയിലേക്ക് മാറും. പക്ഷെ നമ്മൾ അത്രയും കുട്ടിയുടെ അടുത്ത് നിന്ന് ആ കുട്ടീനെ ഓരോ കാര്യങ്ങളിലേക്ക് എൻഗേജ്ഡ് ആക്കണം. ഇപ്പോൾ ഡ്രോയിങ് ആണെങ്കിലും ക്രാഫ്റ്റ് വർക്ക് ആണെങ്കിലും ഇപ്പോൾ വീട്ടിലെ ചെറിയ ജോലി ആണെങ്കിലും നമ്മൾ കൂടെ നിർത്തി ഇതാക്കണം. പക്ഷേ ഇൻ കേസ് ഇപ്പം അച്ഛനും അമ്മയൊക്കെ ജോലിക്കാരായ ആളുകളാണെങ്കിൽ ഇപ്പം എന്തെങ്കിലും അത്യാവശ്യ മീറ്റിങ്ങോ കാര്യങ്ങളോ അറ്റൻഡ് ചെയ്യണമെങ്കിൽ ഈ കുട്ടീനെ ഒരു സ്ഥലത്ത് നിർത്തിക്കുക എന്ന് പറയുന്നത് മാതാപിതാക്കളെ സംബന്ധിച്ച് ഭയങ്കര ടാസ്ക് ആയിരിക്കും. കാരണം ഇവരെന്താ ഇപ്പം ഇഴഞ്ഞു പോകുന്ന കുട്ടികളൊക്കെ ആണെങ്കിൽ എങ്ങോട്ടെങ്കിലും ഇങ്ങനെ പോവുമല്ലോ. അപ്പോൾ അത്തരത്തിൽ ഒരു കുട്ടികളെ അറ്റൻഷൻ കിട്ടി ഒരു സ്ഥലത്ത് ഇരുത്തിക്കണം എന്ന് പറയുന്ന ടാസ്ക്കാണ്. അപ്പോൾ ഈ ഒരു സിറ്റുവേഷനിലേക്ക് വരുമ്പോൾ പാരൻസ് എന്ത് ചെയ്യും, ഫോൺ കൊടുക്കും. പിന്നെ ഇങ്ങനെ ഓരോ ഇതിലും നമ്മൾ ഇപ്പോൾ ഫോൺ കൊടുത്തു കഴിഞ്ഞാൽ തന്നെ അവിടെ ഇരിക്കുന്നുണ്ട് എന്നൊരു സാധനം വെച്ച് പിന്നെയും നമ്മൾ ഫോൺ കൊടുത്തോണ്ടിരിക്കും. അങ്ങനെ ഇത് ഇങ്ങനെ ഒരു എഡിക്ഷനായിട്ട് മാറുക ചെയ്യുന്നത്.
പക്ഷേ ഇവിടുന്ന് നമുക്ക് ലിമിറ്റ് ചെയ്യാനുള്ള ഒരു എന്താ പറയുക, ഒരു സാധനം നമ്മൾ പാരൻസ് തന്നെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഒരു പരിധിവരെ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾക്ക് സൊല്യൂഷനായിട്ട് കണ്ടെത്താൻ പറ്റും. ഹൃദയ പറഞ്ഞത് ശരിയാണ്. അഡിക്ഷനായി മാറ്റാതെ നമുക്ക് ലിമിറ്റ് ചെയ്യാൻ പറ്റും. പക്ഷെ നമ്മളൊന്ന് നോക്കിയേ, ഭൂരിഭാഗം ആളുകളും ചെയ്യുന്നത് എന്താ? ഫുഡ് കഴിക്കാൻ ഫോൺ കൊടുക്കും, അല്ലെങ്കിൽ വെറുതെ ഇരിക്കാൻ, കുട്ടി അടങ്ങിയിരിക്കാൻ, നമുക്ക് ജോലി ചെയ്യാൻ, നമുക്കാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ ഇവരെ എങ്ങനെയെങ്കിലും അടക്കിയിരുത്തണം എന്ന് പറഞ്ഞ് ഫോണിലെ കാർട്ടൂൺ ഓപ്പൺ ചെയ്ത് വെച്ചിട്ട് കൊടുക്കും. അപ്പോൾ അവരിങ്ങനെ ഇതാക്കുമ്പോൾ അത് നീങ്ങും. അപ്പോൾ ഓൾറെഡി അവർക്കറിയാം ഇത് നീങ്ങുന്നുണ്ട്. അങ്ങനെ അവർ സ്ക്രോൾ ചെയ്ത് അടുത്തത് കാണും. അങ്ങനെ ഇവർക്കത് ഇഷ്ടമായി തുടങ്ങും. ഇവർ ഓൾറെഡി ഇതിന് അഡിക്റ്റഡ് ആവും. പിന്നെ നമുക്ക് ഇവരുടെ കയ്യിൽ നിന്ന് അപ്പോൾ ഫോൺ വാങ്ങാൻ പറ്റില്ല. അപ്പോൾ ഇവർ കരയും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? വീണ്ടും കൊണ്ട് അവർക്ക് ഫോൺ കൊടുക്കും. അപ്പോൾ ഇത് ഈ കുട്ടിയുടെ കയ്യിൽ നിന്ന് നമുക്ക് അങ്ങനെ ലിമിറ്റ് ചെയ്ത് മാറ്റി വെക്കാൻ ഒരു ഓപ്ഷൻ ഇല്ല. ഇപ്പം എന്തെങ്കിലും അത്യാവശ്യ ഘട്ടങ്ങൾക്ക് വേണ്ടി മാത്രം നമുക്ക് ഈ ഫോണ് ആശ്രയിക്കാം. അല്ലാത്ത സമയത്ത് നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാമല്ലോ. ഇപ്പൊ ഫുഡ് കഴിക്കാൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ഫോണിന്റെ ആവശ്യമില്ല. നമുക്ക് ഈ ഒന്ന് പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ വല്ല പൂക്കളോ അല്ലെ പൂമ്പാറ്റയോ ഇങ്ങനെയൊക്കെ കണ്ടിട്ട് നമുക്ക് പറഞ്ഞു കൊടുക്കാം. അല്ലെങ്കിൽ ഒന്നുമില്ല, ജസ്റ്റ് ടോയ്സ് ആണെങ്കിൽ തന്നെ ഇത് ഇന്നതാണ് എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് കാണിച്ചു കൊടുക്കാം. പക്ഷേ അത്യാവശ്യ ഘട്ടങ്ങളിൽ ഇൻ കേസ് ആരും ഇല്ലാത്ത ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ ഒന്ന് അടങ്ങിയിരിക്കണമെങ്കിൽ ഇത്തരത്തിൽ ഒന്നുമില്ല, ഫോൺ തന്നെ വേണമെന്നില്ല. നമുക്കൊന്ന് ടി വിയിൽ കാർട്ടൂൺ ഇട്ട് കഴിഞ്ഞാലോ എങ്ങോട്ടേക്ക് ആക്കിയാലും ഇഷ്യൂ ഇല്ലല്ലോ. അതുപോലെ വേറൊരു നെഗറ്റീവായിട്ട് പലരും പറഞ്ഞു കേട്ടിട്ടുള്ളത് കുട്ടികൾക്ക് പഠനത്തിലെ ശ്രദ്ധ കുറയുന്നതാണ്. അതായത് ഇവർക്ക് കണ്ട റീലോ അല്ലെങ്കിൽ ഇതൊക്കെ ആയിരിക്കും ഓർത്തിരിക്കുക. കാരണം നമ്മൾ പഠിക്കാനുള്ള ആ ഒരു ആഗ്രഹം നഷ്ടപ്പെട്ടു പോകുന്നതായി ഇങ്ങനെ പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പം കുറച്ചും കൂടെ സമയം കുട്ടികൾക്ക് പുസ്തകങ്ങളൊക്കെ കൊടുത്ത് വായനയൊക്കെ പ്രോത്സാഹിപ്പിച്ച് അങ്ങനെ കാര്യങ്ങളൊക്കെ ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടെ അവരുടെ ക്രിയേറ്റിവിറ്റിയും ഇമാജിനേഷനും ഒക്കെ ഉണരുമെന്ന് തന്നെ നമുക്ക് പറയാം. നമ്മളിപ്പോൾ ഒരു സ്റ്റഡി തന്നെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ ബിഫോർ കോവിഡ് ആണെങ്കിൽ ആഫ്റ്റർ കോവിഡ് ആണെങ്കിൽ ഒരുപാട് ഡിഫറൻസ് ഉണ്ട്. കോവിഡിന് മുന്നേ ആണെങ്കിൽ കുട്ടികൾക്ക് സോഷ്യൽ മീഡിയ ഉപയോഗം വളരെ കുറവായിരുന്നു. പക്ഷേ ഇൻ കേസ് കോവിഡിന് ശേഷമാണെങ്കിൽ അതിൻ്റെ എന്താ പറയുക ലെവൽ ഒരുപാട് ഉയർന്നിട്ടാണുള്ളത്. പണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇത്രയും ആക്സസിലും നമുക്ക് ഇങ്ങനെയൊക്കെ ചെയ്താൽ മതി എന്ന് പറയുമ്പോൾ നമ്മളത് കേട്ട് വയ്ക്കും. പിന്നെ കോവിഡ് സമയത്ത് നമ്മൾ പോലും എന്താ പറയുക സോഷ്യൽ മീഡിയയിൽ അങ്ങനെ ആണല്ലോ. നമുക്ക് വീട്ടിലകത്ത് തന്നെയാണ്, പുറത്തൊന്നും പോകാനുള്ള ഓപ്ഷൻസ് ഇല്ല, വീട്ടിലെല്ലാവരോടും സംസാരിക്കും. ആ ഒരു രീതിയിലേക്ക് മാറുമ്പോൾ നമുക്ക് ചെയ്യാൻ മറ്റൊന്നുമില്ല. അപ്പം നമുക്ക് എന്താ പറയുക ഒരു ആശ്രയം എന്ന് പറയുന്നത് നമുക്ക് ഫോൺ തന്നെയായിരിക്കും. ആ ഒരു രീതിയിൽ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് കുട്ടികളും വളർന്നുകൊണ്ടിരിക്കുന്നത്. ഇനിയും ഇത്തരത്തിലൊരു നിയമം കൊണ്ടുവന്നു കഴിഞ്ഞാൽ തന്നെ അത് നമുക്ക് എന്താ പറയുക ഒരു പൂർണ്ണമായിട്ടും അതൊരു പോസിബിളായിട്ട് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം ഇപ്പോൾ കോവിഡിന് ശേഷം തന്നെ സ്കൂൾ ക്ലാസ്സുകളിലൊക്കെ ഹോംവർക്കും മറ്റു കാര്യങ്ങളൊക്കെ കൊടുക്കുന്നത് ഗ്രൂപ്പ് വഴിയാണല്ലോ. അതെ, നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഗ്രൂപ്പ് വഴി തന്നെയാണ് കൊടുക്കുന്നത്. അപ്പം നിയമം വരികയാണെങ്കിൽ അത് ശക്തമായ നിയമം കൊണ്ടുവരിക. അതായത് ഇവരുടെ ഡേറ്റ് ഓഫ് ബർത്ത് വെച്ചിട്ട് സോഷ്യൽ മീഡിയ പല പ്ലാറ്റ്ഫോമിലും ഇവർക്ക് വിലക്ക് ഏർപ്പെടുത്തുക, സർക്കാർ തന്നെ വിലക്ക് ഏർപ്പെടുത്തുക. അതുപോലെ തന്നെ അവർക്ക് വേണ്ട കണ്ടന്റുകൾ, ഇപ്പോൾ 15 വയസ്സിന് താഴെയുള്ള കുട്ടികളാണെങ്കിൽ അവർക്ക് കാണാൻ പറ്റുന്ന കണ്ടന്റിലേക്കുള്ള കാര്യങ്ങൾ. എന്തായാലും ഒരു 15 വയസ്സ് ആ സമയത്ത് നമുക്ക് സോഷ്യൽ മീഡിയയുടെ ഉപയോഗം വേണ്ട. നമ്മൾ പഠിക്കുന്ന സമയമാണ്, സ്കൂളിൽ പഠിക്കാനുണ്ടാവും, ബുക്ക് വായിക്കാനുണ്ടാവും, ഡാൻസ്, പാട്ട്, സ്പോർട്സ്, അത്തരം കാര്യങ്ങളിലേക്ക് കുട്ടികളെ വിടുക സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നതിന് പകരം. ഇനിയിപ്പം ഇത്തരത്തിലൊരു നിയമം വരുമോ, ഇത് ചർച്ചയിൽ മാത്രം ഒതുങ്ങുമോ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഇൻ കേസ് ഇത്തരത്തിലൊരു നിയമം വരുവാണെങ്കിൽ പാരൻസും സർക്കാരും അതേപോലെ ഇനീഷ്യേറ്റീവ് എടുത്തിട്ട് കുട്ടികളിലേക്ക് വേണ്ട കണ്ടന്റുകൾ മാറ്റുക. അല്ലെങ്കിൽ ഇൻ കേസ് ഇത്തരത്തിലൊരു കാര്യം വരുന്നില്ലെങ്കിൽ മാതാപിതാക്കളും ഇത്തരത്തിലൊരു കർശനമായിട്ടുള്ള ഒരു വിലക്ക് എന്ന് പറയുന്നില്ല, ശ്രദ്ധിക്കുക. അത്രമാത്രം ഇനിയിപ്പോൾ നമുക്ക് പറയാൻ പറ്റുള്ളൂ. മറ്റുള്ള കാര്യങ്ങൾ ഇനിയിപ്പോൾ നിയമം വരുമോ ഇല്ലയോ എന്നൊന്നും നമുക്കറിയില്ല. അതിനെ ആശ്രയിച്ചിരിക്കും എന്തായിരിക്കും എന്ന അവസ്ഥ.